നമസ്കാരം. ഹീലിംഗ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഈ റീസെൻ്റ്ലി നമ്മൾ ലേറ്റസ്റ്റ് ഒരു ജിജിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ഈ മനോരമ കൊടുത്ത ഒരു ചെറിയ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ കേട്ടത് ഇപ്പോൾ അവർ മാരിയോ ജിജിയുടെ തമ്മിൽ നടക്കുന്ന പ്രശ്നം ഇതൊരു പേഴ്സണൽ അല്ലെങ്കിൽ കുടുംബമായിട്ട് പ്രശ്നമില്ല, ഇതൊരു പ്രൊഫഷണൽ പ്രശ്നമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു ആ ചെറിയ ഒരു ഇൻ്റർവ്യൂവിൽ. സോ ഈ ഇൻ്റർവ്യൂയുടെ ഒരു ക്ലിപ്പ് ഞാൻ കേൾക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഈ രീതിയിൽ നമ്മൾക്ക് കാണുമ്പോൾ ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് വേറെ രീതിയിൽ കാണാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ചില പ്രശ്നങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ. ചെറുത് വലുതായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തെ എങ്ങനെ കാണണം, അത് ഒരു ടെക്നിക്ക്. ഈ ടെക്നിക്ക് നമ്മൾക്ക് പഠിച്ചാൽ നമ്മൾക്ക് ഈ വലിയ പ്രശ്നങ്ങൾ ഈസിലി ആയിട്ട് ആക്കാൻ പറ്റും. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വർഷങ്ങൾ മുമ്പ് ഒരു രോഗം വന്നായിരുന്നു. ആ രോഗം ചികിത്സ ചെയ്യാൻ വേണ്ടി പല ഡോക്ടേഴ്സ് എടുത്ത് പോയി. പല ഡോക്ടേഴ്സ് കുറേ ഒരു എക്സ്പെരിമെൻ്റ് പോലെ നടത്തി. അവർ ഈ മെഡിസിൻ, ഒരു ഡോക്ടർ ഈ മെഡിസിൻ കൊടുത്തു, വേറെ ഡോക്ടർ വേറെ മെഡിസിൻ കൊടുത്തു. അങ്ങനെ പല രീതിയിൽ പല ഡോക്ടേഴ്സുമാർ പല തെറപ്പീസ് പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അവർ ട്രൈ ചെയ്തു. പക്ഷേ ഈ രോഗമുള്ള ഒരു മാറ്റം വരുന്നില്ല. ഇനി മോശമായി കൊണ്ടുവരുക. അപ്പോൾ അവസാനത്തിൽ ഞാൻ തീരുമാനം എടുത്തു, ഈ വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ചെക്കപ്പ് ചെയ്യാൻ. അവിടെ പോയി ചെക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് സമയം എടുത്തു. പക്ഷേ അവർ കറക്റ്റ് റൈറ്റ് ഡയഗ്നോസിസ് ചെയ്തു. പിന്നെ അവർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് രോഗം കൺട്രോളിൽ വന്നു. പിന്നെ പതുക്കെ മാറ്റങ്ങൾ കാണാൻ പറ്റിയതാണ്. സോ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശമാണ്, ഒരു റൈറ്റ് ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ അതിക്ക് റൈറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഒരു രോഗനിർണയം അത് ഒരു ശരിയായിട്ട് ആവണം, അല്ലെങ്കിൽ ചികിത്സ ശരിയായി ആവില്ല. സോ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ അത് എങ്ങനെ നോക്കണം. ഇപ്പോൾ ജിജി പറഞ്ഞതുപോലെ ഷാൽ വി മേക്ക് ഇറ്റ് എ കമ്പാർട്ട്മെൻറ്റ് ഇൻ ടു പേഴ്സണൽ, ഫാമിലി ഓർ പ്രൊഫഷണൽ പ്രോബ്ലം, അങ്ങനെ നമ്മൾക്ക് കാണണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ, പുതിയ രീതിയിൽ എങ്ങനെ കാണണം, അങ്ങനെ ഒരു തോട്ട് വരും എല്ലാവർക്കും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് റിലേറ്റഡ് ആയിട്ട് അത് കാണണം. ബിക്കോസ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നത് എല്ലാം റിലേറ്റഡ് ടു ക്രിസ്ത്യൻ ലൈഫ്. അവിടെ ജോലി ആവട്ടെ, പേഴ്സണൽ ആവട്ടെ, കുടുംബമാവട്ടെ, എല്ലാം കണക്റ്റഡ് ടു ക്രിസ്ത്യൻ ലൈഫ്. ബിക്കോസ് ഒരു ക്രിസ്ത്യാനി ആവുമ്പോൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉള്ള സത്യമാണ് ക്രിസ്തുവാണ്, യേശുവാണ് കർത്താവ്. ജീസസ് ഈസ് ദ ലോർഡ്. ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ യേശുവാണ് കർത്താവ്. സോ ക്രിസ്ത്യൻ ആരാണ്? ക്രിസ്ത്യൻ ഒരു വ്യക്തി ഹൂ ഈസ് അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിടെ പ്രഭുത്വം അല്ലെങ്കിൽ ക്രിസ്തുവിടെ കർത്തൃത്വം, അതിവിടെ താഴെയുള്ള വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി. അപ്പോൾ നമ്മൾക്ക് നോക്കുന്നത് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു എ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ബാപ്റ്റിസം എടുക്കുമ്പോൾ, മാമോദീസ എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾക്ക് ഒരു ക്രിസ്ത്യൻ മിഷൻ ആയിട്ട് ഒരു ജീവിതം പോകുന്നത്, ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ ജീവിതം പോകുന്നത്. ആ ജീവിതത്തിൽ ക്രിസ്തുവാണ് കർത്താവ്. ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ക്രിസ്തുവാണ് കർത്താവ്. ക്രിസ്തു കർത്താവ് ആവുമ്പോൾ ഓരോ വ്യക്തി
അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ്, ക്രിസ്തീയ ജീവിതമുടെ പ്രശ്നമാണ് കാണുമ്പോൾ അതിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് നമ്മൾക്ക് ഏത് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നോക്കാൻ പല രീതികളുണ്ട്. എല്ലാ രീതികൾ ചിലപ്പോൾ അവസാനത്ത് ഒരുമാതിരി റിസൾട്ട് കൊണ്ടുവരും. ബിക്കോസ് എല്ലാവരും ഒരു റിസൾട്ട് തേടുന്നുണ്ട്. എല്ലാ രീതികൾ നമ്മൾക്ക് പോവാം, പക്ഷേ ഏതാണ് ഏറ്റവും ബെസ്റ്റ്? ഒരു ക്രിസ്ത്യാനി ആവുമ്പോൾ, ഒരു ക്രിസ്ത്യൻ വ്യക്തി ആവുമ്പോൾ ആ വ്യക്തി എങ്ങനെ നോക്കിയാൽ ഏറ്റവും മാക്സിമം ബെനിഫിറ്റ്, ഏറ്റവും മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടിയ, ഏറ്റവും ഈസിലി കാര്യങ്ങൾ സോൾവ് ആവുന്നത് പോലെ എങ്ങനെയാണ് കാണുന്നത്. സോ അപ്പോൾ ഒരു ക്രിസ്ത്യൻ്റെ പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് ഇവിടെ പ്രശ്നം ആയിട്ട് കാണുമ്പോൾ അപ്പോൾ നമ്മൾക്ക് അഡ്വാൻറ്റേജ് വരുന്നതാണ്. ഫസ്റ്റ് ആണ് ദൈവകൃപ. ദൈവത്തിൻ്റെ കൃപ ആണ് നമ്മൾക്ക് അവിടെ ഒരു വാതിൽ തുറക്കുന്നത്, ദൈവം കൃപ എടുക്കാൻ. അതുമാത്രമില്ല, ഈ ക്രിസ്ത്യൻ ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾക്ക് ഈ പ്രശ്നം ഒരു ടെമ്പററി പ്രശ്നമായിട്ട് മാത്രം കാണാൻ ആവശ്യമില്ല. അത് നമ്മൾക്ക് ഒരു ഇറ്റേണൽ ഒരു പ്രശ്നം ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഇറ്റേണിറ്റി അങ്ങനെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ പ്രശ്നം ഒരു ചെറിയ പ്രശ്നം അതൊരു വലിയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കാണുമ്പോൾ അതിലെ അഡ്വാൻറ്റേജ് വരുന്നത് അത് നമ്മുടെ സോൾ ആയിട്ട് റിലേറ്റഡ് ആവുന്നുണ്ട്. അത് നമ്മുടെ ആത്മാ കൂടിയാണ് ബന്ധപ്പെടുന്നത്. വചനം പറയുന്നത് ഒരു വ്യക്തി ഈ ലോകം മുഴുവൻ നേടിയ എന്താണ് ലാഭം? ആത്മാ നഷ്ടപ്പെട്ട. വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ഇഫ് ഹി ഗെയിൻസ് ദ ഹോൾ വേൾഡ് ബട്ട് ലൂസസ് ഹിസ് സോൾ? അപ്പോൾ ഈ സോളിലൂടെ സമാധാനം, ഈ സോളിലൂടെ പ്രശ്നങ്ങൾ തീർത്താൻ കൂടെ നമ്മൾക്കൊരു അവസരം കിട്ടും. ഇങ്ങനെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, വലുത് ചെറുതായിട്ട് പ്രശ്നങ്ങൾ, അത് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് കൂടി കണക്ട് ചെയ്യുമ്പോൾ അത് ഒരു താത്കാലിക പ്രശ്നം ആയിട്ട് മാത്രം ആവില്ല, പക്ഷേ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ ബിഗർ പിക്ചർ, ഒരു ബിഗർ ഏരിയ നമ്മൾക്ക് അതിൽ എടുക്കാൻ നമുക്ക് സാധിക്കും. സോ അങ്ങനെ നമ്മൾക്ക് ഒരു ക്രിസ്ത്യൻ ലൈഫുടെ പ്രശ്നം ആയിട്ട് അത് കാണുമ്പോൾ വരുന്ന അഡ്വാൻറ്റേജ് ആണ് ഇതുടെ സൊല്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ ഈ ജിജി ആൻഡ് മാരിയോയുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ പോയി കാണുമ്പോൾ അവർ ഈ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ രണ്ട് പേരുടെ ഫേസ്ബുക്ക് പേജിൽ 2 ഫോട്ടോ ഇട്ടിരിക്കുന്നത്. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, സ്ക്രീനിൽ ഇടാം, നിങ്ങൾ കാണുക. അവർ ഈ പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നത്, ഈ പ്രശ്നങ്ങളുടെ ഹോപ്പ് കാണുന്നത് ഈ യേശു കൂടി ഉള്ള ഒരു പിക്ചറാണ്. സോ ഒരു ഇമാജിനറി പിക്ചറാണ്, ഒരു പിക്ചറാണ് പുള്ളി തന്നെ സ്വന്തം യേശു കൂടി നിൽക്കുന്നത് പോലെയാണ്. സോ ഈ പ്രശ്നങ്ങളുടെ സമാധാനത്തിലെ യേശു ഉണ്ട്, പക്ഷേ ഈ പ്രശ്നങ്ങളുടെ ഒറിജിനിലെ യേശു ഇല്ലെങ്കിൽ എങ്ങനെ ആവും? സോ നമ്മൾക്ക് നോക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്, ഈ പ്രശ്നത്തിനെ കറക്റ്റായിട്ട് നോക്കുമ്പോൾ, ഇതൊരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫുടെ പ്രശ്നം ആയിട്ട് നോക്കുമ്പോൾ, അത് കാണുമ്പോൾ അത് നമ്മൾക്ക് അതുടെ സമാധാനം യേശു ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഈസിലി കാണാം. അവിടെ ഒന്നും ഡിസ്കണക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് അത് പ്രൊഫഷണൽ, പേഴ്സണൽ, ഫാമിലി ഇഷ്യൂ ആവാതെ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ക്രിസ്തുവിടെ റിലേറ്റഡ് ആയിട്ട് പ്രശ്നമാണെങ്കിൽ അവിടെ 2 കാര്യങ്ങളുണ്ടാവും. അതാണ് ഡിസ്ഓറിയൻറ്റേഷൻ ഓഫ് ലവ് ഓർ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ലവ്, അതുപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി ഓർ ഡിസ്ഓറിയൻറ്റേഷൻ ഓഫ് ഫെയ്ത്ത്. സോ സ്നേഹം, വിശ്വാസം, ഈ 2 കൂടെ ഡിസ്ബാലൻസ് ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരും. സോ അത് നമ്മൾക്ക് ഈസിലി ആയിട്ട് യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് യേശുവിടെ സ്നേഹം, യേശുവിടെ വിശ്വാസം, ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ആൻഡ് ദ ലവ് ഓഫ് ജീസസ്, ഇത് 2 നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മേടിച്ചാൽ അത് നമ്മൾക്ക് ഈസിലി ആയിട്ട് പ്രശ്നങ്ങൾ മാറും. വചനം പറയുന്നത് ആസ്ക് ആൻഡ് യു വിൽ റിസീവ്, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ലഭിക്കും. സോ നമ്മൾക്ക് ചോദിക്കുന്നത് എന്താണ് നമ്മൾക്ക് ഇൻസ്പയർ ചെയ്യും? ഒരു ചോദ്യം നമ്മൾക്ക്, ഇഫ് ഐ വാണ്ട് ടു ആസ്ക്, എനിക്ക് ചോദിക്കാൻ ഒരു ആഗ്രഹം വന്നെങ്കിൽ അതുകൂടെ ഇൻസ്പിറേഷൻ എന്താ ആവണം? ഇത് പേഴ്സണൽ പ്രോബ്ലം, ഇത് ഒരു ഫാമിലി പ്രോബ്ലം,
ഇതൊരു പ്രൊഫഷണൽ പ്രോബ്ലം മാത്രമായിട്ട് കാണുമ്പോൾ എന്താ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ഒരു ഡെപ്ത് ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ്, ഇതൊരു ക്രിസ്തീയ ജീവിതയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് കാണുമ്പോൾ ഞാൻ യേശു അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ, ഇഫ് ഐ കം ആൻഡ് ആസ്ക് ടു ജീസസ്, അപ്പോൾ എൻ്റെ ആ ചോദിക്കുന്നതിൽ ഒത്തിരി ഒരു ഡെപ്ത് ഉണ്ടാവും, അതിലൊരു ബലമുണ്ടാവും, അതിലൊരു ഫെയ്ത്ത് ഈസിലി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ഫെയ്ത്ത് ആക്ടിവേറ്റ് ആവാം, ഫെയ്ത്ത് അത് ഗ്രോ ചെയ്തിട്ട് ആ ആസ്കിങ്ങിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ആസ്കിങ് സ്ട്രോങ് ആകുമ്പോൾ, എൻ്റെ ചോദ്യങ്ങൾ കർത്താവിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് അത് സ്ട്രോങ് ആകുമ്പോൾ അതുടെ റിസൾട്ട് ആസ്ക് ആൻഡ് യു വിൽ റിസീവ്, ആ റിസീവിങ് അത് മേടിക്കുന്നത് അതും എനിക്ക് ഈസിലി വളരെ ശക്തമായിട്ട് വളരെ സ്ട്രോങ്ലി ആയിട്ട് എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഈ ജിജി ആൻഡ് മാരിയോയുടെ ലൈഫ് നമ്മുടെ ഒരു എക്സാമ്പിളാണ്. ന്യൂട്ടൺ ഒരു ചെടിക്കീഴെ ഇരുന്ന് ആ തലമേലെ ആപ്പിൾ വരുന്ന മാതിരി ഒരു എൻലൈറ്റനിങ് മൊമെൻറ്റ്. ആ ആപ്പിൾ വീണ ശേഷം പുള്ളിക്ക് ഒരു ചോദ്യം വന്നത്, ഈ ആപ്പിൾ ഇങ്ങനെ മുകളിൽ താഴെ വീണുമ്പോൾ ഈ മൂൺ എന്തുകൊണ്ട്, ഈ ചന്ദ്രൻ എന്തുകൊണ്ട് താഴെ വീണില്ല, അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യമാണ് ഈ ഒരു വലിയ ഒരു മനുഷ്യരാശിക്ക് ഒരു വലിയ തിയറി പുള്ളി കൊണ്ട് നമ്മൾക്ക് പങ്കുവെക്കാൻ പറ്റി. സോ അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം, ഈ ഒരു അവരുടെ ക്രൈസിസ് നമ്മൾക്ക് അതിക്ക് ഒന്നോ ജഡ്ജ് ചെയ്യാനോ കണ്ടം ചെയ്യാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ആയിട്ടില്ല. അവർക്ക് കൂടി ഒരു കമ്പാഷൻ, അവർക്ക് വേണ്ടി നമ്മളുടെ പ്രാർത്ഥന സപ്പോർട്ട് എല്ലാം ഉണ്ടാവണം. പക്ഷേ അവരുടെ ഒരു ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് പഠിക്കുന്നത് ഒരു കാര്യമാണ് ഇത്. നമ്മൾക്ക് പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ കാണണം? ഷുഡ് ഐ സീ ഇറ്റ് സെപ്പറേറ്റ്, സെക്യുലർ കാര്യം ഒരു സൈഡിൽ, സീക്രട്ട് കാര്യം ഒരു സൈഡിൽ. ക്രിസ്ത്യൻ ജീവിതം ഒരു സീക്രട്ട് ജീവിതമാണ്. ഇറ്റ് ഈസ് എ കോൾ ടു ബി ഹോലി. ഹോളിനെസ് ആണ് ക്രിസ്തീയ ജീവിതയുടെ ലക്ഷ്യം. സോ നമ്മൾക്ക് ഈ വെറുതെ ഒരു പ്രൊഫഷണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇഷ്യൂ അങ്ങനെ മാത്രം കാണുമ്പോൾ ദാറ്റ് വിൽ നോട്ട് ലീഡ് ടു ഹോളിനെസ്. അത് വിശുദ്ധിയിലേക്ക് നമ്മൾക്ക് നയിക്കില്ല. ഓക്കെ, സോ അങ്ങനെ ചെറിയൊരു മാറ്റം, നമ്മുടെ കാഴ്ചപ്പാടിലെ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ട് അത് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിയുടെ പ്രശ്നമായിട്ട് കാണുമ്പോൾ അതിലൂടെ എത്ര ബെനിഫിറ്റ് വരുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് ഈ കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നതാണ്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി തരാം. നിങ്ങൾ അതിൽ വേണമെങ്കിൽ അതിൽ പോയി റെഫർ ചെയ്യുക. സോ പറയാൻ ഉദ്ദേശം ഇതാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇപ്പോൾ ഈ വീഡിയോ സീരീസിൽ ഈ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളാണ് ഈ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഈ തിങ്കിങ് നമ്മൾക്ക് ശരിയായ നമ്മുടെ ചിന്തയുടെ രീതി, നമ്മുടെ ചിന്തയുടെ ശക്തി, നമ്മുടെ ചിന്തയുടെ ക്വാളിറ്റി നല്ലതാവുമ്പോൾ ഒരു ബെറ്റർ ജീവിതം, ഒരു ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. സോ ഞാൻ എത്ര പേര് പഠിക്കുന്നുണ്ട്, എൻ്റെ റിസർച്ച് എന്തൊക്കെ ഉണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഞാൻ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കൂടി. ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഓൺ തിങ്കിങ്. സോ തിങ്കിങ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ തിങ്കിങ്, ആ ഒരു തോട്ട് നിങ്ങൾ കൂടെ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഞാൻ എല്ലാ കമൻസ് വായിക്കുന്നുണ്ട്. സോ അത് ചിലപ്പോൾ എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആവും പുതിയ രീതിയിൽ കാണാൻ. ചിലപ്പോൾ ബെറ്റർ രീതി ഞാൻ പറഞ്ഞതിനേക്കാളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ ബെറ്റർ ഒരു രീതി ഒരു തിങ്കിങ് ആവാം. നിങ്ങൾ അങ്ങനെ കമൻസിൽ അത് എഴുതി അറിയിച്ചെങ്കിൽ എല്ലാവർക്കും എല്ലാവരും ഈ യൂട്യൂബ് ചാനലിൽ ഒരു ഫാമിലി പോലെ ഒരു കമ്മ്യൂണിറ്റി പോലെ ആവാൻ ചാൻസ് ഉണ്ട്. വലിയ കമ്മ്യൂണിറ്റി ചിലപ്പോൾ ആവാം. നിങ്ങൾ തോട്ട്സ് നിങ്ങൾ പങ്കുവെച്ച എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷണൽ, എല്ലാവർക്കും ഒരു ഇംപ്രൂവ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. സോ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ രീതികളിലൂടെ
ടോപ്പിക്കായിട്ട് ആരെങ്കിലും ഇൻട്രസ്റ്റഡ്, ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾ കൂടി ഷെയർ ചെയ്യുക. നമ്മളെല്ലാവർക്കും പരസ്പരം ഷെയറിങ് ഓഫ് തോട്ട്സ്. ഇവിടെ ആർക്കും കണ്ടം ചെയ്യാനോ ആർക്ക് കുറ്റപ്പെടുത്താനോ ആർക്ക് വിധിക്കാനോ ഈ ഉദ്ദേശമില്ല. നമ്മൾക്ക് ലൈഫ് ബെറ്റർ ആക്കണം, അതാണ് ജീവിതമുടെ ഉദ്ദേശം. അതാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലെ കൂടി. അതാണ് മോട്ടോ, എപ്പോൾ ഓൾ ദ ടൈം ടു ബിക്കം ബെറ്റർ. എല്ലാ ദിവസവും ബെറ്റർ ആവാൻ ഒരു അവസരമാണ്. സോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലൂടെ എങ്ങനെ ബെറ്റർ ചെയ്യുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്കൂടെ പങ്കുവെക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഉള്ള അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ ഞാൻ അത് ഡീൽ ചെയ്യും, അങ്ങനെ ആണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ അത് ഒരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിലൂടെ പ്രശ്നമായിട്ട് അങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയാൽ എനിക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. സോ നിങ്ങൾ ഈ തോട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ അത് തോട്ട്സ് കൂടെ വെച്ചിട്ട് നമ്മൾക്ക് ഇനി ബെറ്റർ ആവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കാം. താങ്ക് യു. കാണുന്നതിനായി ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.